ഇപ്പോൾ രോഗികൾക്ക് ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുടെ പ്രതിസന്ധിയെ തുടർന്ന് മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ വീണ്ടും തുടങ്ങി. ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റ് വഴി ഇന്ന് രാവിലെ ഉപകരണങ്ങൾ എത്തിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചത് വലിയ വിവാദമായിരുന്നു. ഡോക്ടറുടെ തുറന്നു പറച്ചിലാണ് അത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധങ്ങൾക്കും സർക്കാർ ഇടപെടലിനും വഴിവെച്ചത്. ഇപ്പോൾ ആ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഹൈദരാബാദിൽ നിന്ന് രാവിലെയോടുകൂടി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിനോടകം മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെ നിലവിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയ നടത്തുകയാണ്. ഈ നേരത്തെ ഈ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ടാണ് ചില ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലെത്തോക്ലാസ്റ്റ് പ്രോബ് എന്നുള്ള ഉപകരണത്തിന്റെ അഭാവമായിരുന്നു. ഇത് ഹൈദരാബാദിൽ നിന്നാണ് സാധാരണ മെഡിക്കൽ കോളേജിലേക്ക് വരുത്തുന്നത്. ഇതിൽ പർച്ചേസ് ഓർഡർ നൽകുന്നതിനടക്കം വലിയ വീഴ്ച ഉണ്ടായി എന്നതായിരുന്നു ഹാരിസിന്റെ ആരോപണം. അത് ശരിവയ്ക്കുന്നതായിരുന്നു ഈ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാനുള്ള സാഹചര്യവും. ഇതിന് പിന്നാലെയാണ് അടിയന്തരമായി DMEയും ആരോഗ്യവകുപ്പും ഇടപെടുകയും ഈ ഹൈദരാബാദിൽ നിന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. നേരത്തെ ഒരു വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു. ഇതിന് പുറമെ നേരത്തെ നിശ്ചയിച്ചിരുന്ന പല ശസ്ത്രക്രിയകളും മാറ്റിവെക്കേണ്ട സാഹചര്യം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. രോഗികൾക്ക് വളരെ ആശ്വാസകരമായൊരു വാർത്ത കൂടി തന്നെയാണ് SKN ഉപകരണങ്ങൾ എത്തിച്ചതോടുകൂടി തന്നെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശസ്ത്രക്രിയയൊക്കെ പുനരാരംഭിച്ചു എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം.